Hello, good morning everyone. Have a fantastic positive day. It's me Simon YouTube channel. It's me Simon Facebook. Simon Varghese Facebook. Simon Varghese Instagram welcomes you all. I'm very happy to welcome you again. ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് ഒരു ട്രെയിനിങ് കഴിഞ്ഞ് 2 ദിവസത്തെ താമസത്തിനൊക്കെ ശേഷം വീണ്ടും എൻ്റെ ഈ ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ എക്സർസൈസും മറ്റു കാര്യങ്ങളുമൊക്കെ നടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വെട്ടിത്തറയിൽ എത്തിയിരിക്കുകയാണ് ചിങ്ങവനം. ഇന്നലെയും ഞാൻ അവിടെ എക്സർസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. എക്സർസൈസിന് മുടക്കമൊന്നുമില്ല അവിടെ പോയാലും. പക്ഷേ വീഡിയോ ഒക്കെ എടുക്കുമ്പം ആ ഒരു പ്രസരിപ്പ് കിട്ടുന്നില്ല, ഒരു ആംബിയൻസ് കിട്ടുന്നില്ല. നിങ്ങളൊപ്പം ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ആംബിയൻസ് കിട്ടുന്നില്ല. തന്നെയല്ല വലിയ വലിയ POC എന്നൊക്കെ പറയുന്ന ഒരു ആശ്രമം പോലെയാണ്. ഒച്ചയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ആണ് ഇന്നലെ വീഡിയോ ഇട്ടിരുന്നു. ഓക്കെ, എനിഹൗ നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തിൽ നമ്മളെ ഒത്തിരി സഹായിക്കുന്ന 2 ദിവസമായിരുന്നു എനിക്ക് കഴിഞ്ഞു പോയത്. ഗുഡ് മോർണിംഗ്. നല്ല പരിശീലനങ്ങളും നല്ല ക്ലാസ്സുകളും വലിയ വലിയ ആളുകളും ഡോക്ടർമാരും ഒക്കെ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പഠിച്ചു വെച്ചതും മനസ്സിലാക്കിയതുമൊക്കെ ഒന്നുകൂടെ പോളിഷ് ചെയ്യാനൊരു അവസരം കിട്ടി. തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അവർ പറഞ്ഞതെങ്കിലും 2-3 പോയിൻറ്റുകൾ അത്രേ കിട്ടത്തുള്ളൂ. ഒരു 45 മിനിറ്റ് ട്രെയിനിങ്ങിനിടയിൽ 2-3 പോയിൻ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ബാക്കിയെല്ലാം നമ്മൾ സാഹചര്യം ഒരുക്കും. നമ്മളെ ബൗദ്ധികവും വിജ്ഞാനവുമായ ആ ഒരു ദേശത്തേക്ക് കടന്നിട്ട് അവയെ ക്രോഡീകരിച്ച് അവസാനം അരിച്ചരിച്ച് വരുമ്പം നമുക്ക് കിട്ടുന്നത് 2-3 നല്ല പോയിൻ്റ്, വെർത്തി പോയിൻറ്റ്സ് ആയിരിക്കും. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ നമ്മുടെ ആദിവാസികൾ കേരളത്തിൽ കണ്ടിട്ടില്ല, വിദേശത്തൊക്കെ കാണാം. അവരിങ്ങനെ മണ്ണിങ്ങനെ ചിരട്ടയ്ക്കകത്ത് ഇങ്ങനെ ഒഴുകുന്ന വെള്ളത്തിങ്ങനെ അരിച്ചരിച്ചരിച്ച് അവസാനം അവർക്ക് 2-3 സ്വർണ്ണത്തരികൾ കിട്ടും. അങ്ങനെ നേരം നമ്മളിത് വൈകുന്നേരം വരെ ചെയ്യുമ്പം $1000 $2000 ഒരു പണിയെടുക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പരിശ്രമിച്ച് അതിൽ നിന്ന് ആറ്റിക്കുറുക്കി എടുക്കുകയാണ് ആശയം. അപ്പോൾ 2 ഗുണം ഇങ്ങനെയുള്ള പരിശീലന പരിപാടി പങ്കെടുക്കും. ഒന്ന്, വ്യക്തിപരമായി നമുക്ക് ഒരു സേവിങ്സ് ഉണ്ടാകുന്നു. അറിവിൻ്റെ, പരിജ്ഞാനത്തിൻ്റെ, കമ്പാഷനേറ്റ് ലവിൻ്റെ, മറ്റു സഹജീവികളെ എങ്ങനെ ബഹുമാനിക്കണം, ആദരിക്കണം, അവരെ എങ്ങനെ കരുതണം, നഷ്ടപ്പെട്ടു പോകുന്ന ജീവനുകളെ എങ്ങനെ വീണ്ടെടുക്കാൻ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും. ഇപ്പം ഗർഭാവസ്ഥയിൽ തന്നെ നശിപ്പിക്കപ്പെടുന്ന കുട്ടികളുടെ എണ്ണം നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ. അപ്പോൾ അതൊക്കെ എങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റും, അതിനെ സംബന്ധിച്ച പഠനങ്ങൾ, നിരീക്ഷണങ്ങൾ, അപകടത്തിൽപ്പെടുന്നവരെ രക്ഷപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ദൈവിക അനുഗ്രഹങ്ങളെ പറ്റിയുള്ള പഠനങ്ങൾ, അതുപോലെ തന്നെ സഹായിക്കാൻ ആരുമില്ലാത്തവരെ സഹായിക്കുമ്പോൾ കിട്ടുന്ന അറിവ്. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ സിസ്റ്റത്തിൽ അറിഞ്ഞോ അറിയാതെയോ 14 വയസ്സും 15 വയസ്സുമുള്ള കുട്ടികളൊക്കെ പ്രഗ്നൻ്റ് ആകുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അത് അവർ ആത്മഹത്യ ചെയ്യേണ്ടി വരും, അല്ലെ ബാഗിനകത്തെടുത്ത് ഫ്ലാറ്റിൻ്റെ പുറത്തിടേണ്ടി വരും. അത്തരം സന്ദർഭങ്ങൾ വന്നാൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരുടെ മാനം നഷ്ടപ്പെടാതെ ആ കുടുംബത്തെ രക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടോ, അത് ഉണ്ടെങ്കിൽ എവിടെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തരികയാണ് ചെയ്തത്. എന്തായാലും വളരെ വൃത്തിയായിരുന്നു 2 ദിവസം. ധാരാളം പ്രാർത്ഥിച്ചു, ധ്യാനവും കൂടെ ആയിരുന്നേ. ധ്യാനവും റിട്രീറ്റും എല്ലാം കൂടെ ധാരാളം പ്രാർത്ഥിച്ചു, അനുഗ്രഹങ്ങൾ കിട്ടി, പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തലുകൾ കിട്ടി. അങ്ങനെ സോഫ്റ്റ് നല്ലതായിരുന്നു. എനിഹോ 3 ഡേയ്സ് വെർത്തി ഡേയ്സ് വിത്ത് ഗോഡ്. എന്തായാലും എൻജോയ് ചെയ്തു. ഇതിൻ്റെ എല്ലാം ഗുണഭോക്താക്കൾ ആരാന്നറിയോ? ഞാൻ സംസാരിക്കുമ്പം അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ചാനലുകൾ സന്ദർശിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളാണ് എൻ്റെ ഗുണഭോക്താക്കൾ. കാരണം എന്നിൽ ഞാൻ കൂടുതൽ സ്ഫുടനം ചെയ്യപ്പെടുമ്പോൾ എന്നിൽ നിന്ന് വരുന്ന വാക്കുകളും വചനങ്ങളും എൻ്റെ ബോഡി ലാംഗ്വേജ് പോലും പോസിറ്റീവായിട്ട് മാറിക്കൊണ്ടിരിക്കുക അല്ലേ. അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാ? ആക്ച്വലി നിങ്ങളൊക്കെയാണ്. ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ദിവസം എൻ്റെ വ്യൂവേഴ്സൊക്കെ വളരെ കൂടി വരിക. വെരി ഗുഡ്, ഐ ആം സോ ഹാപ്പി. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു, വെരി ഗുഡ്. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വളരെ നല്ല മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട്.
ഇതെല്ലാം അനൽപമായ സന്തോഷം നമുക്ക് തരുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു പോളിസി, എനിക്ക് ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും നേടാൻ കഴിയുകയാണെങ്കിൽ അത് ഇതൊക്കെ നേടാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടി വിനിയോഗിക്കണമെന്നാണ്. വ്യക്തിപരമായി എനിക്ക് എന്തെങ്കിലും നേട്ടം വേണമെന്നോ ഗ്ലാമർ വേണമെന്നോ ഒരാഗ്രഹമില്ല. ചിലർ പറയുന്നത് സൈമൺ സാർ തള്ളുക എന്ന് പറയും. തള്ളുകയല്ല. ഈ സിനിമാ താരങ്ങൾ അഭിനയിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരെപ്പോഴും കൂട്ടി അഭിനയിക്കും, എങ്കിലേ അവരുടെ ആ മുഖത്തെ പ്രകടനങ്ങൾ ക്യാമറയിൽ പതിയത്തുള്ളൂ. അല്ലാതെ തള്ളുന്നൊന്നുമല്ല. ഉള്ള കാര്യം ഈ പറയുന്നത്. പക്ഷേ അതിൻ്റെ ഏറ്റവും നല്ല ഭാഷയിൽ അങ്ങോട്ട് പ്രസൻറ്റ് ചെയ്യുക. ഭാഷയിലും ദൈവം തന്ന ശബ്ദം, എൻ്റെ ശബ്ദം ആരെയും വെറുപ്പിക്കുന്നതല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അനുവാചകരും അതുപോലെ തന്നെ ആസ്വാദകരും ഒക്കെ ഉള്ളത്. ദേശത്തും വിദേശത്തുമായി ധാരാളം പേരുണ്ട്. വിദേശത്തൊക്കെ ഇരിക്കുന്ന ഒരു യൂഷ്വലായിട്ടല്ല, അവരുടെ വീക്കെൻഡിലും അവധി ദിവസം ഇരുന്നാണ് കാണുന്നത്. അപ്പോൾ 2ഉം 3ഉം വീഡിയോ കാണുമ്പോൾ ഒന്ന് ആലോചിച്ച്, എൻ്റെ വീഡിയോ ഒക്കെ 10 to 15 minutes ആൻഡ് എബവ് ആണ് വീഡിയോ. അപ്പോൾ അതവർ കണ്ടിട്ടാണ് അവർ ആസ്വദിക്കുന്നതൊക്കെ. ഓക്കെ, അതെനിക്ക് സന്തോഷമാണ്. തീർച്ചയായിട്ടും ഒരു കാര്യമുണ്ട്, ഉറങ്ങിക്കിടക്കുന്നതിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഉണർന്നിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ അലസനാണെങ്കിൽ പോലും നിങ്ങളെ നമുക്ക് സഹായിക്കാൻ പറ്റും. നിങ്ങൾക്ക് കൊണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു വനിതയെ പരിചയപ്പെട്ടു. അവർ ഈ തോമസ് ചേട്ടൻ്റെയൊക്കെ കൂടെ സഹായിക്കാൻ നിന്നിരുന്നൊരു പെൺകുട്ടിയാണ്. അതിനുശേഷം കപ്പൂച്ചിൻ ആശ്രമത്തിൽ പോയി, ഇങ്ങനെ പലയിടത്തെല്ലാം പോയി അവരൊന്ന് പഠിച്ചു. മുതിർന്ന അംഗങ്ങളെ എങ്ങനെ സഹായിക്കാം, ശുശ്രൂഷിക്കാമെന്ന് പഠിച്ചെടുത്തു. അവരിപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങി. ആ സ്ഥാപനത്തിൽ ഞാൻ ഇന്നലെ പോയിരുന്നു. 30 അന്തേവാസികളുണ്ട്. അവരെല്ലാം വളരെ ഇച്ചിരി കൺജസ്റ്റഡാണ്, സ്ഥലം കുറവുണ്ടെങ്കിൽ പോലും അടിപൊളിയായിട്ടാണ് അവരെല്ലാം ജീവിക്കുന്നത്. ഞങ്ങൾ ചെന്നുമ്പോൾ സന്ധ്യാപ്രാർത്ഥന, ഞങ്ങളെ നോക്കിയൊരു നോട്ടമുണ്ട്, ഹൃദയത്തിൻ്റെ അലിവ്. അപ്പം ഈ പുള്ളിക്കാരി 2-3 ദിവസമായിട്ട് അവിടെ ഇല്ല. അപ്പോൾ കണ്ടപ്പം അവരുടെ എല്ലാം മുഖത്തുണ്ടായ ഒരു തിളക്കം ഞാൻ ശ്രദ്ധിച്ചു. അതിഥികളായിരുന്ന ഞങ്ങളെക്കാൾ അവരിഷ്ടപ്പെട്ടത് അവരുടെ എൻ്റെ ദാതാവിനെയാണ് എനിക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും വളരെ സന്തോഷം തോന്നി. അപ്പോൾ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു വ്യക്തിക്ക് ഇത്രമാത്രം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മൾ മടിച്ചു വലസരായിരിക്കാതെ ഇറങ്ങി പുറപ്പെടുക. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളൊക്കെ വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ആയിരിക്കാം. നിങ്ങൾക്ക് അത്യാവശ്യം ജീവിക്കാൻ ചുറ്റുപാടുണ്ടായിരിക്കാം. ഇതൊന്നും നിങ്ങളുടെ ജീവിത ചക്രത്തെ പൂർണ്ണമാക്കുന്നില്ല. ഇതെല്ലാം നിങ്ങളുടെ സ്വന്തം കാര്യമാണ്. നിങ്ങൾ കോഴിയിറച്ചി തിന്നോ, പന്നിയിറച്ചി തിന്നോ, പശു ഇറച്ചി തിന്നോ, ആട്ടിറച്ചി തിന്നോ, അല്ല നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിച്ചോ എന്നുള്ളത് ആർക്കും ഒരു വിഷയമല്ല. അതാ ഒരു നേരത്തേക്കുള്ളൊരു കാര്യം മാത്രമാണ്. മറിച്ച് നിങ്ങൾ ഈ സമൂഹത്തിലിറങ്ങി എന്തെങ്കിലും ഒന്ന് ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഇവിടെ ചിങ്ങവനത്ത് മാർക്കറ്റ് ലാൻഡിങ്ങിൽ റോഡിൻ്റെ അദ്ദേഹത്തിന് തന്നെ ഉപകാരപ്പെടുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കമ്പനിയിലേക്കുള്ള റോഡാണ്. അതെല്ലാം ടൈലൊക്കെ ഇട്ട് വൃത്തിയാക്കി, എന്നിട്ട് 2 സൈഡിലും നല്ല വില കൂടിയ ചെടികൾ കൊണ്ട് വെച്ചു. 1ഉം 2ഉം അല്ല, വളരെയധികം ചെടികൾ വെച്ചു. അത് നമ്മളെപ്പോഴും ഓർക്കത്തില്ലേ? നമ്മുടെ പ്രാർത്ഥന വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ മുഖം വരത്തില്ലേ? നല്ല ഒരു സോഫിസ്റ്റിക്കേറ്റഡ് യങ് ജെൻറ്റിൽമാനാണ്. ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സമ്പൽ സമൃദ്ധി ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള വ്യവസായ പ്രമുഖന്മാർ വളർന്നു വരണ്ടേ? അതുപോലെ ഓരോരുത്തരും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളിൽ അർപ്പിതമായ കടമകൾ മറക്കാതെ, ഞാനും എൻ്റെ ഗേറ്റും മാത്രം അത് പൂട്ടിയിട്ടിരിക്കുക, ഒരു ബഗർ പോലും വരായിരിക്കും. അങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾ ഓർക്കേണ്ട ഒരു കഥ ഇതേ ഉള്ളൂ. ധനവാൻ്റെയും ലാസറിൻ്റെയും കഥയാണ്. ധനവാൻ ലാസറിനെ ഒരു കാരണവശാലും ഉപദ്രവിച്ചിട്ടില്ല. പക്ഷെ ധനവാൻ്റെ വാതുക്കൽ മൃഗങ്ങളും പൊട്ടിയലിച്ച ശരീരമായിട്ട് ഇയാൾ കിടന്നപ്പം അയാളുടെ മേശപ്പുറത്ത് ഒരു കഷ്ണം അപ്പമെങ്കിലും എടുത്ത് കൊടുത്തില്ല. കൊടുത്താൽ ബൈബിളിൽ എവിടെയും പറയുന്നില്ല. അവസാനം എന്ത് പറ്റി? മരിച്ചു കഴിഞ്ഞപ്പം ലാസർ അബ്രാമിൻ്റെ മടിത്തട്ടിൽ പോയപ്പോൾ ഈ മാന്യനായ വ്യക്തി അയാൾ കള്ളും കുടിച്ചു, അന്തസ്സായിട്ട് ജീവിച്ചല്ല, ആരെയും ഉപദ്രവിച്ചായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല. പക്ഷേ അയാൾക്ക് സ്വർഗത്തിലെത്താൻ പറ്റിയില്ല. ഇഹത്തിലെ സുഖമൊക്കെ നീ ആസ്വദിച്ചില്ലേ, ഇനി അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചാണ് അല്ലേ?
അപ്പം ഓരോ മനുഷ്യരിലും അർപ്പിതമായിരിക്കുന്നൊരു കടമ സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യണം, നമ്മളെക്കാൾ ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കണം. അപ്പം ഞാൻ വലിയ റിച്ചായിട്ട് ചെയ്യാനിരുന്നാൽ പറ്റത്തില്ല. അതാണ് മദർ തെരേസ പറയുന്നത്, വേദനയോടുകൂടി. നമുക്ക് ഈ മാസം ചിലവിന് വെച്ചിരിക്കുന്ന 400 രൂപയിൽ ഒരു അത്യാവശ്യക്കാരന് മരുന്ന് മേടിക്കാൻ 120 രൂപ കൊടുത്താൽ അത് പെയിൻഫുള്ളാണ് നമുക്ക്. അവസാനം നമ്മൾ തെണ്ടേണ്ടി വരും അവസാനമാകുമ്പോൾ, ലിറ്ററലി. പക്ഷെ അത് കൊടുക്കുമ്പോഴാണ്, ആ പെയിനോട് കൂടി അത് നമ്മൾ കൊടുക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു കമ്പാഷനേറ്റ് ലവ് പുറത്തോട്ട് വരുന്നത്. അപ്പം അത്തരത്തിൽ നമുക്ക് ഓരോരുത്തർക്കും സമൂഹത്തെ സഹായിക്കാൻ പറ്റും, മറ്റുള്ളവരെ സേവിക്കാൻ പറ്റും. അങ്ങനെ നാം ഒരു കൂട്ടമായി മുന്നോട്ട് പോയാൽ നമുക്ക് സ്വർഗത്തിലെത്താൻ പറ്റും തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പം ഇലക്ഷനൊക്കെ വരികയാണ്. വളരെ ശ്രദ്ധയോടുകൂടി ജാതിയോ മതമോ വർഗമോ ചിന്തയൊന്നും വേണ്ട, കഴിവും മിടുക്കുമുള്ള സമൂഹത്തിന് പ്രയോജനപ്പെടുത്തുന്ന ആളെ വേണം ജയിപ്പിക്കാൻ. അതിനുവേണ്ടി നമുക്കെല്ലാം ശ്രമിക്കാം. തീർച്ചയായിട്ടും നമുക്കൊരു മുന്നിലൊരു അടയാളമുണ്ട്, ഒരു സൂപ്പർ ഗവൺമെൻറ്റിങ് നമ്മുടെ മുമ്പിലുണ്ട്. അവരുടെ ഗവൺമെൻറ്റിങ് നല്ലതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ നോക്കിക്കാണാം. എന്തായാലും നമ്മുടെ വോട്ട് പാഴാക്കി കളയരുത്. 10 ലക്ഷം രൂപ എടുത്താൽ അതിൻ്റെ മൂല്യം തീരുന്നില്ല. ഫലപ്രദമായി നമുക്ക് വിനിയോഗിക്കണം. നമുക്ക് കൃത്യമായി തന്നെ അത് ചെറിയ ചെറിയ ചിന്തകൾ, ജാതി മതം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം അപഹസിക്കുവാൻ ലോകത്ത് എല്ലാ രാജ്യത്തും നമുക്ക് പോകണം. ഇന്ത്യ രാജ്യത്ത് മാത്രമുള്ള ഒരു വിഭാഗമായിട്ട് ഒട്ടിച്ചേർന്നിട്ട് ലോകം മുഴുവൻ പോകാൻ പറ്റത്തില്ല. അപ്പം ലോകത്തെല്ലാം പോകണമെങ്കിൽ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയണം, എല്ലാവരെയും ഇഷ്ടപ്പെടാൻ കഴിയണം. അപ്പോൾ നമുക്ക് ഒരു മാനവ സമൂഹം ഉണ്ടാകാനായിട്ട് പ്രയത്നിക്കാം. ഓരോരുത്തർക്കും അവരവരുടെ പ്രാർത്ഥനയും ദൈവങ്ങളൊക്കെ അത് അവരവർ ചെയ്യട്ടെ. ആരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കണം. നമുക്ക് നമ്മുടെ കാര്യം, അവർക്ക് അവരുടെ കാര്യം. ഓക്കെ. അപ്പോൾ നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് അടിപൊളിയായി നാടിന് ഉന്മേഷമുള്ള, നാടിനെ സ്നേഹിക്കുന്ന മിടുക്കുകളെയും തിരഞ്ഞെടുക്കാൻ മുന്നിട്ടിറങ്ങാം. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാന്റാസ്റ്റിക് പോസിറ്റീവ് ഡേ.